നമസ്കാരം. സ്കൂൾ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഐശ്വര്യ. പ്രധാന വാർത്തകൾ. അക്ഷരങ്ങൾ വാനിലേക്ക് ഉയർത്തി പ്രവേശനോത്സവം. മലയാളികളുടെ പ്രിയപ്പെട്ട MIT മൂസ സ്കൂൾ വിഷൻ വാർത്തകൾ. കുറ്റാനിക്കാട് സ്കൂളിന് നല്ല പാഠം A+ അവാർഡ്. വാർത്തകൾ വിശദമായി. അക്ഷരങ്ങൾ വാനിലേക്ക് ഉയർത്തി പ്രവേശനോത്സവം ഗംഭീരമാക്കി. 200ഓളം കുട്ടികൾ പുതിയതായി സ്കൂളിൽ അഡ്മിഷൻ നേടി. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വർഷം പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വിദ്യാലയം മുഴുവൻ അലങ്കരിച്ചിരുന്നു. ധാരാളം രക്ഷിതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തിരുന്നു. അക്ഷരങ്ങൾ വാനിലേക്ക് ഉയർത്തി പ്രവേശനോത്സവം വാർഡ് മെമ്പർ കിലയിൽ നസീമ നിർവഹിച്ചപ്പോൾ രക്ഷിതാക്കൾ കൈയടിച്ചാണ് സ്വീകരിച്ചത്. നന്നായിട്ട് എല്ലാവരും കൈയടി കൊടുക്കുക. അക്ഷരങ്ങളാണ് വാനിലേക്ക് പോകുന്നത്. കുട്ടികൾ മലയാളികളുടെ പ്രിയപ്പെട്ട MIT മൂസ സ്കൂൾ വിഷൻ വാർത്തകൾ. ഞാൻ വിനോദ് കോവൂരാണ്. MIT മൂസയിലെ മൂസ മരുമായത്തിലെ മൊയ്തു. കുറ്റാനിക്കാട് സ്കൂളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടു ഫേസ്ബുക്കിലൂടെ. കേൾക്കാൻ കാരണം ആ സ്കൂളിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനായ ബിപിൻ മാഷാണ്. ബിപിൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ബിപിൻ പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. സ്കൂളിൽ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ സാധിക്കുമാറായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ അസൂയ തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. എല്ലാവിധ ഭാവങ്ങളും. താങ്ക്സ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ നേതൃത്വത്തിൽ പ്രദർശനവും ക്ലാസും സംഘടിപ്പിച്ചു. പ്രകൃതിയിലേക്ക് മടങ്ങാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സൈലന്റ് വാലി നാഷണൽ പാർക്ക് പ്രദർശനവും ക്ലാസും സ്കൂളിൽ സംഘടിപ്പിച്ചു. സൈലന്റ് വാലി സീനിയർ വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് മനോജ് ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കിലയിൽ നസീമ നിർവഹിച്ചു. ജില്ലയിൽ നല്ല പാഠം A+ നേടിയ പുറ്റാനിക്കാട് സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അംഗം പുരസ്കാരം നൽകി. മികച്ച പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന തലം വരെ പങ്കെടുത്ത പുറ്റാനിക്കാട് സ്കൂളിന് ജില്ലാ തലത്തിൽ മനോരമയുടെ നല്ല പാഠം A+ അവാർഡ് ജില്ലാ പഞ്ചായത്ത് അംഗം സീമ കൊങ്ങശ്ശേരി നൽകി. സ്നേഹസ്വാതന്ത്ര്യമായി പെരുന്നാൾ കിറ്റുകൾ. 20 കുടുംബങ്ങൾക്കാണ് കാരുണ്യനിധി പെരുന്നാൾ കിറ്റുകൾ നൽകിയത്. ഷാഫി കല്ലിടുമ്പിലും മറ്റു ചില സുഹൃത്തുക്കളും ചേർന്നാണ് കിറ്റുകൾ സ്പോൺസർ ചെയ്തത്. ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ 25,000 രൂപ ചിലവിൽ വിദ്യാലയത്തിൽ ശാസ്ത്രീയ മഴക്കുഴി തയ്യാറാക്കി പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനത്തിൽ അടുക്കൽത്തോട്ടം ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ സഹകരണത്തോടെ 25,000 രൂപ ചിലവിൽ ശാസ്ത്രീയ രീതിയിൽ മഴക്കുഴി നിർമ്മിച്ചു. കിണറിനു സമീപം 1.5 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് ചകിരി അടുക്കി സ്കൂൾ കെട്ടിടത്തിലെ വെള്ളം ശേഖരിച്ച് കിണർ റീചാർജ് ചെയ്യുന്ന മഴക്കുഴി തികച്ചും മാതൃകാപരമാണെന്ന് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താളിയിൽ മുഹമ്മദ് ഇല്യാസ് അഭിപ്രായപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു.